നമസ്കാരം, ഞാൻ ഡോക്ടർ ഷഹന. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ചാണ്. വളരെ ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു എമർജൻസി കണ്ടീഷനാണ് ബോഡി ടെമ്പറേച്ചർ 104 ഡിഗ്രി ഫാരൻഹീറ്റിൽ കൂടുതലാവുന്നത്, അതായത് 40 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിൽ പോകുന്നത്. ഈ കണ്ടീഷനെയാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഹൈ ആവുന്നത് കാരണം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്നു. ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാവാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ, ഒന്ന് ഭയങ്കര ചൂട് കൂടുന്നത്, അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി കൂടുന്നത്, അതുപോലെ തന്നെ കൂടുതലായിട്ട് ഫിസിക്കൽ എക്സസൈസ് പോലത്തെ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് കൂടുതലായിട്ട് ചെയ്യുന്നത് ഒക്കെ ബോഡിയുടെ കൂളിംഗ് മെക്കാനിസത്തിനെ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാവുന്നത്. ആദ്യം മൈൽഡർ ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിരിക്കും. അതിൽ ഹീറ്റ് ക്രാംസ് മുതൽ ഹീറ്റ് എക്സോഷൻ വരെ ഉള്ള സ്റ്റേജസ് ആയിരിക്കും കാണിക്കുക. അതായത് ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുക, പൾസ് വീക്ക് ആവുക. അത് കഴിഞ്ഞാണ് ഹീറ്റ് സ്ട്രോക്കിലേക്ക് പോവുക. ഈ കണ്ടീഷനിൽ സ്കിന്ന് ഹോട്ട് ആവുക, ഡ്രൈ ആവുക. എക്സേർഷൻ ഉണ്ടാവുന്ന കേസിൽ മാത്രം കൂടുതലായിട്ട് സ്വെറ്റിങ്ങും ഉണ്ടാവും. ലോങ് ടേം ആയിട്ടുള്ള ഹീറ്റ് സ്ട്രോക്ക് കാരണം ഓർഗൻസിന് പെട്ടെന്ന് ഡിസ്ഫങ്ഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതിൽ വരുന്നതാണ് കിഡ്നിയുടെയും ലിവറിന്റെയും ഫെയിലിയർ, അതുപോലെ തന്നെ ഷിസേഴ്സ്, പെർമനന്റ് ആയിട്ടുള്ള ബ്രെയിൻ ഡാമേജ്, അതുപോലെ തന്നെ മരണവും സംഭവിക്കാം. ഹീറ്റ് സ്ട്രോക്കിന്റെ സിംറ്റംസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആവുക, ഒരു ഡെലിറിയം പോലെ ഉണ്ടാവുക, ഷിസേഴ്സ് വരിക, എക്സസീവ് ആയിട്ടുള്ള തലചുറ്റൽ ഉണ്ടാവുക, ബോധക്ഷയം വരിക, ബോഡി ടെമ്പറേച്ചർ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര ഹൈ ആവുക, റാപ്പിഡ് ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്, അതുപോലെ തന്നെ റാപ്പിഡ് ബ്രീത്തിങ്ങും ഉണ്ടായിരിക്കും. ക്ലാസിക് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതിൽ എക്സേർഷൻ ഇല്ലാതെ ഹീറ്റ് സ്ട്രോക്ക് വരുന്നതിനെയാണ് പറയുന്നത്. ഹീറ്റ് വേവ്സ് അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള ഡിസീസസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന കണ്ടീഷനാണ് ക്ലാസിക്കൽ ഹീറ്റ് സ്ട്രോക്ക്. എക്സേർഷണൽ ഹീറ്റ് സ്ട്രോക്ക് ഹെൽത്തി ആയിട്ടുള്ള യങ് ഇൻഡിവിജ്വൽസിന് ഉണ്ടാവുന്നതാണ്. അത് വർക്കിങ്ങോ അല്ലെങ്കിൽ എക്സസൈസോ ഹോട്ട് എൻവയോൺമെന്റിൽ ചെയ്യുമ്പോൾ വരുന്ന ഒരു കണ്ടീഷനാണ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൽ പെട്ടെന്ന് ചെയ്യാവുന്നത് കൂളിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് ആളെ മാറ്റുക. എക്സസീവ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഐസ് പാക്ക്, കോൾഡ് വാട്ടർ സ്പ്രേസ്, അതുപോലെ തന്നെ മിസ്റ്റിങ്, ചെറിയ മഴ പോലെ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ, ഇതും ടെമ്പറേച്ചർ പെട്ടെന്ന് ലോവർ ചെയ്യും. ഇങ്ങനെ ടെമ്പറേച്ചർ കുറക്കാനുള്ള എന്ത് മെത്തേഡ്സ് ആണോ അതാണ് ഹീറ്റ് സ്ട്രോക്കിൽ ഫോളോ ചെയ്യേണ്ടത്. താങ്ക് യു.